ആ സമയത്തിൽ അനിവാര്യമായ ചില കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉണർത്തുകയും സമയം അനുവദിക്കുന്ന പക്ഷം ഏറ്റവും അത്യാവശ്യമായ സംശയങ്ങളുണ്ടെങ്കിൽ പരസ്പരം ചർച്ച ചെയ്യാനും നമുക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഈ അവസരം ധന്യമാക്കാം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നാട്ടിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 85ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രചരണ പരിപാടികൾ വളരെ ആവേശോജ്വലമായ നിലയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ബഹുമാന്യനായ കോട്ടുമല ടി.എം. ബാപ്പു മുസ്ലിയാർ അവരുടെ നേതൃത്വത്തിൽ കന്യാകുമാരിയിലെ കുളച്ചിൽ നിന്ന് ആരംഭിച്ച് മംഗലാപുരത്ത് സമാപിച്ച സമസ്ത സമ്മേളന സന്ദേശ വാഹനജാഥയ്ക്ക് ഓരോ പോയിന്റുകളിലും കിട്ടിയ വമ്പിച്ച സ്വീകരണം, ഓരോ കേന്ദ്രങ്ങളും വലിയ ജനാവലിയായിരുന്നു തടിച്ചുകൂടിയിരുന്നത്. ഇത് നമ്മുടെ പ്രവർത്തകർക്ക് മാത്രമല്ല, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ നയിക്കുന്ന നമ്മുടെ നേതാക്കന്മാർക്ക് പോലും ആത്മവിശ്വാസം ഏറെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അത്ര വലിയൊരു ഉണർവാണ് നാട്ടിൽ സംഘടനാ രംഗത്ത് നിലവിലുള്ളത്. അള്ളാഹു ഈ ഉണർവ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഉപയോഗപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്മേളനം നടക്കാനിരിക്കുമ്പോൾ നിങ്ങൾ പലരും എത്തിച്ചേരുമെന്നറിയാം. എത്തിച്ചേരാനാവാത്തവർ മറ്റു നിലയിൽ അതുമായി ബന്ധപ്പെട്ട് വിജയിപ്പിക്കാനും പ്രാർത്ഥന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിർവഹിച്ചുകൊണ്ട് സഹകരിക്കാനും ശ്രമിക്കുക. അള്ളാഹു നല്ല നിലയിൽ വിജയകരമായി അത് പൂർത്തിയാക്കാൻ നമുക്ക് നമ്മുടെ നേതാക്കന്മാർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ നബിദിന മാസത്തോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ നമ്മൾ നടത്തിവരുന്ന കൂട്ടത്തിൽ വന്നിരായ തങ്ങളവർകൾ സൂചിപ്പിച്ചതുപോലെ കാലിക വിഷയമെന്ന നിലയിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ മലയാളി മുസ്ലിങ്ങൾക്കിടയിൽ ഏറെ ചൂടുപിടിച്ച ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദമുടിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രസക്തമായ ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ആദ്യമേ പറയട്ടെ, ഒരുപാട് ആളുകളുടെ സംശയങ്ങൾ തീർന്നിട്ടുണ്ടെങ്കിലും ഇന്നും അപൂർവം ചില ഗുണകാംക്ഷികളെങ്കിലും ചോദിക്കാറുണ്ട്, ഇതിങ്ങനെ വിവാദമാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടോ എന്ന്. ഒരൊറ്റ വാക്കിൽ നമുക്കതിന്റെ മറുപടി നൽകാൻ സാധിക്കും. ലോക ചരിത്രത്തിൽ എവിടെയും തുല്യതയില്ലാത്ത വിധം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒറിജിനൽ വിശുദ്ധകേശമുള്ള പ്രദേശങ്ങളിൽ പോലും ചെയ്യാത്ത വിധം ഒരു വലിയ പള്ളി ഇത് സ്ഥാപിക്കാൻ വേണ്ടി, വ്യാജകേശം സ്ഥാപിക്കാൻ വേണ്ടി നിർമ്മിക്കാൻ തീരുമാനിക്കുകയും ആ പള്ളിക്കും സ്ഥലത്തിനുമായി ലോകവ്യാപകമായി വമ്പിച്ച കലക്ഷനുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും അത് പ്രവാചക തിരുമേനിയുടേതാണെന്ന് സ്ഥിരപ്പെടുത്തുന്ന വിധത്തിലുള്ള വമ്പിച്ച പ്രചാരണ പരിപാടികളുമായി അവർ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മൾ മൗനം പാലിച്ചു കഴിഞ്ഞാൽ അടുത്ത തലമുറകൾ ഇലാ യൗമുൽ ഖിയാമ അന്ത്യദിനം വരെ വരുന്ന ഇസ്ലാമിക സമൂഹം, നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ലോക മുസ്ലിം സമൂഹം, അത് യഥാർത്ഥത്തിൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന് തെറ്റിദ്ധരിച്ച് ബറക്കത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊക്കെ വഞ്ചിക്കപ്പെടുന്നതിന്റെ കുറ്റഭാരത്തിൽ ഒരു പങ്ക് ജീവിച്ചിരിക്കുന്ന ഈ തലമുറയും വഹിക്കേണ്ടി വരുമെന്ന കുറ്റബോധം കൊണ്ട് മാത്രമാണ് നമ്മളത് പ്രതികരിക്കാനും ചരിത്രം തിരുത്തി എഴുതാനും ശ്രമിച്ചത്. അത് നമ്മുടെ ബാധ്യതയാണ്. പിന്നെ മറ്റൊരു കാര്യം അനുബന്ധമായി പറയാനുള്ളത്, ഇനി കാന്തപുരത്തിന്റെ കൈവശം കിട്ടിയ ഈ മുടികൾ അയാൾക്ക് ഒരു കാര്യം ചെയ്യാമായിരുന്നു, എന്നാലും ഇത് വിവാദമാക്കേണ്ട ആവശ്യമില്ല. എനിക്ക് ചില മുടികൾ കിട്ടിയിട്ടുണ്ട്.
അത് പ്രവാചക തിരുമേനിയുടേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സനദും കാര്യമൊന്നുമില്ല, വിശ്വാസമുള്ള ആളുകൾക്ക് വിശ്വസിക്കാം. ഇങ്ങനൊരു സമീപനം അദ്ദേഹം സ്വീകരിച്ചിരുന്നെങ്കിലും നമുക്ക് ഈ പ്രശ്നം വിവാദമാക്കേണ്ടതില്ലായിരുന്നു. മറിച്ച് ഇസ്ലാമിക സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി വളരെ കൃത്യമായി പടച്ചുണ്ടാക്കി നിർമ്മിച്ചുണ്ടാക്കി ഇത് കൈമാറിയ സുഹൃത്ത് മുതൽ പ്രവാചക തിരുമേനി വരെ മുട്ടുന്ന ഒരു നല്ല സനദിന്റെ കൃത്രിമമായ പരമ്പര ഉണ്ടാക്കി ജനസമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചു എന്ന് മാത്രമല്ല, അത് കൃത്യമായി കളവാണെന്ന് സ്ഥിരീകരിക്കപ്പെട്ടപ്പോൾ ഒറ്റയടിക്ക് പിൻവലിച്ച് അത് മുടിയുടെ പരമ്പരയല്ല, അത് ഇദ്ദേഹത്തിന്റെ കുടുംബ പരമ്പരയാണ്, പരമ്പര വേറെയുണ്ടെന്ന് മാറ്റി പറഞ്ഞ് പിന്നീട് 7 തവണയെങ്കിലും മാറ്റിയും മറിച്ചും പറഞ്ഞുകൊണ്ടിരുന്നു. ഇങ്ങനെ ചെയ്യുന്ന ഘട്ടത്തിൽ നമുക്കതിന് സത്യസ്ഥിതി മനസ്സിലാക്കുകയും ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാൻ അനിവാര്യമായിരുന്നു. യഥാർത്ഥത്തിൽ ഇതിന്റെ പേരിൽ അവർ ചെയ്ത ഏറ്റവും ഗുരുതരമായ പാതകം ഞാൻ മനസ്സിലാക്കുന്നത്, തങ്ങളുടെ പേരിൽ കളവ് പറഞ്ഞ കാര്യമൊക്കെ ഉണ്ട്, അതിലും ഗൗരവതരമായ കാര്യം ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി തങ്ങളെ ഈ പേരിൽ വളരെ പ്രാകൃതനായി ചിത്രീകരിക്കാനുള്ള വിഫല ശ്രമം നടത്തിയതാണ്. ഇവർക്ക് മുടി കിട്ടിയ കേന്ദ്രത്തിൽ 2 കേന്ദ്രങ്ങളുള്ള മുടി 1/2 മീറ്ററിലധികം നീളമുണ്ട് എന്ന് തീർച്ച. ബോംബെയിലെ മുടി ഞാൻ നേരിട്ട് കണ്ടവനാണ്. ഈ സ്റ്റാൻഡിന്റെ ഡബിൾ വലുപ്പമുള്ള ഒരു ഗ്ലാസിന്റെ പെട്ടി, ഒരു നീണ്ട മുടിക്കെട്ട്, അതിൽ നേർക്കുനേരെ നീളത്തിൽ കൊള്ളാത്തത് കൊണ്ട് ഇങ്ങനെ വളച്ച് യു ടൈപ്പിൽ ഇങ്ങനെ ഇട്ടേക്കാണ്. ഇത്രയധികം 10,000-കണക്കിന് മുടികളുള്ള ആ കെട്ട് കണ്ടുവെന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ കൈവശം അദ്ദേഹം ആവേശപൂർവ്വം പറഞ്ഞു, ഈ മുടിക്കെട്ടുകൾ മാത്രമല്ല എന്റെ കൈവശം, പ്രവാചക തിരുമേനിയുടെ പുതപ്പുണ്ട്, തങ്ങളുടെ തലപ്പാവുണ്ട്, തങ്ങളുടെ ജുബ്ബയുണ്ട്, തങ്ങളുടെ ചെരുപ്പുണ്ട്, തങ്ങളുടെ വടിയുണ്ട്, പറയുന്നതൊക്കെ ഓരോന്നെടുത്ത് കെട്ടയച്ച് അദ്ദേഹം കാണിച്ചിരുന്നുണ്ട്. വടിയൊക്കെ പുതുപുത്തൻ വടി, പുതപ്പും അങ്ങനെ തന്നെ. അത് കഴിഞ്ഞ് തീർന്നത് അപ്പോഴേക്കും മൊഹീദ്ദീൻ ശേഖന്റെ താടിന്റെ കയ്യിലുണ്ട്, പിന്നെ ഓരോ മൊഹീദ്ദീൻ ശേഖന്റെ വസ്തുക്കളായി. അപ്പോഴേക്കും അദ്ദേഹം എടുത്തു, ഇത് ഫാത്തിമാവിന്റെ വിരിപ്പാണ്, പുതപ്പാണ്, പിന്നെ ഫാത്തിമാവിയിലേക്ക് എടുത്തു. മൊഹീദ്ദീൻ ശേഖന്റെ കളർ ഫോട്ടോ പോലും അദ്ദേഹത്തിന്റെ കൈവശമുണ്ട്, നമുക്ക് അഭിമാനപൂർവ്വം കാണിച്ചു തരികയാണ്. അതൊക്കെ ഇരിക്കട്ടെ, ഈ നീളമുള്ള മുടി ഇത് നമ്മുടെ പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിച്ചപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ കാര്യങ്ങളും കൃത്യമായി സ്വഹീഹായ ഹദീസുകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ബാബ് സിഫത്തി ഷാരിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുടി എങ്ങനെ എന്ന് വർണ്ണിക്കുന്ന അധ്യായം എന്ന പേരിൽ ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ട ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ മുഴുവൻ ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തിലൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഹദീസുകളിൽ ഇലാ അൻസാഫി ഉദ്നൈഹി, തങ്ങളുടെ മുടി ചെവിന്റെ പകുതി വരെ, ചെവിക്കുന്ന് വരെ, പെരടി വരെ പരമാവധി. ഹദീസ് വ്യാഖ്യാതാക്കൾ ഇമാം നവവി റളിയല്ലാഹു ഉൾപ്പെടെയുള്ളവർ അത് വിശദീകരിക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത ഹദീസ് വരാൻ എന്തേ കാരണം? അത് വെട്ടിയ ഉടനെയാണ് ആ ചെവിക്കുന്ന് വരെ അല്ലെങ്കിൽ ചെവിയുടെ പകുതി വരെ എന്ന് പറഞ്ഞത്. വെട്ടാൻ അല്പം വൈകുമ്പോഴാണ് പെരടിയിലേക്ക് ഇറങ്ങുന്നത്. ഇങ്ങനെ വ്യാഖ്യാനിക്കണം എന്നൊക്കെ വിശദമായി ഹദീസുകൾ സംയോജിപ്പിച്ചുകൊണ്ട് പ്രമുഖ ഹദീസ് വ്യാഖ്യാതാക്കൾ വിശദീകരിച്ചിട്ടുമുണ്ട്. എന്തായിരുന്നാലും ഇന്ന് നമുക്കിടയിൽ കാണുന്ന ഈ ഒരു ശരാശരി മുടിയിലപ്പുറം പ്രവാചക തിരുമേനി പ്രാകൃതമായ നിലയിൽ സന്യാസിമാരെ പോലെ മുടി വളർത്തിയിട്ടില്ല എന്ന കാര്യം തീർച്ച. പക്ഷേ ഇവർക്ക് കിട്ടിയ മുടി ആധികാരികമാണെന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി പ്രവാചക തിരുമേനിയുടെ മുടി ഇത്രമാത്രം നീളമുണ്ടായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ പ്രവാചകരുടെ ചരിത്രം പോലും അവർ വികൃതമായി വളച്ചൊടിച്ചു. കൃത്യമായി അവരുടെ പത്രത്തിൽ അവർ എഴുതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ ചെന്നിട്ട് മദീനയിൽ വെച്ചിട്ട് ഹിജറ 6 വരെ നബി തങ്ങൾ മുടി വെട്ടിയിട്ടില്ല, മുടി വടിച്ചിട്ടില്ല. ഹിജറ 7 നബി തങ്ങൾ ഉംറത്തുൽ ഖലാഇന്റെ സമയത്ത് മുടി വെട്ടിയിട്ടുണ്ട്, മുടി വടിച്ചിട്ടുണ്ട്. പിന്നെ 1 വർഷം കഴിഞ്ഞ് നബി തങ്ങൾ മക്കയിൽ വന്നു. ആ 1 വർഷം കഴിഞ്ഞ് മുടി വടിച്ച ശേഷം 1 വർഷം കഴിഞ്ഞ് മക്കയിൽ വന്നപ്പോൾ നബിയുടെ മുടിയുടെ നീട്ടത്തിന്റെ വലിപ്പത്തെക്കുറിച്ച് ഹദീസ് ഉദ്ധരിക്കുക. അൻ ഉമ്മു ഹാനി റളിയല്ലാഹു അൻഹ ഖാലത്ത് ഖദിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കത്ത വലഹു 4 ഖദായിർ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ മക്കയിൽ വരുമ്പോൾ
തങ്ങൾക്ക് നെഞ്ചിലേക്ക് ഇറങ്ങി നിൽക്കുന്ന 4 മുടിക്കെട്ടുകൾ ഉണ്ടായിരുന്നു എന്ന്. ഈ ഹദീസിന് ഇപ്രകാരം അർത്ഥം കൊടുത്തിട്ട് ഇത് വ്യാജമായ അർത്ഥമാണ്, കെട്ടിച്ചമച്ചുണ്ടാക്കിയ അർത്ഥമാണ്. ഞാൻ പറയട്ടെ, ഇവിടെ അറബി അറിയുന്ന ധാരാളം ആളുകളുണ്ടല്ലോ. നബി തങ്ങൾക്ക് 4 നെഞ്ചിലേക്ക് തൂങ്ങുന്ന മുടിക്കെട്ടുകൾ എന്ന് ഈ പദത്തിന് അർത്ഥം കൊടുത്തത് ഒരു ഹദീസ് വ്യാഖ്യാന ഗ്രന്ഥത്തിൽ അങ്ങനെ അർത്ഥമല്ല. മടഞ്ഞ മുടി എന്നർത്ഥമുണ്ട്. നെഞ്ചിലേക്ക് തൂങ്ങിയ മുടി എന്ന് ഡിക്ഷണറിയിൽ പോലും ഒരു സ്ഥലത്തും അർത്ഥം കാണാൻ സാധ്യല്ല. ഗദീറത്തും ഞമ്മ ഗദായിർ പച്ചയായി വേറൊരു നിലക്കൊരു ദുർവ്യാഖ്യാനം ചെയ്ത് ഒപ്പിച്ച് ഇവരുടെ മുടി ആധികാരികമായി സ്ഥിരീകരിക്കാൻ വേണ്ടി 1 വർഷം കൊണ്ട് നബി തങ്ങൾക്ക് നെഞ്ചിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മുടി ഉണ്ടായിരുന്നുവെങ്കിൽ 6 വർഷക്കാലം മുടി വെട്ടിയിട്ടില്ല, മുടി കളഞ്ഞിട്ടില്ല, ഇങ്ങനെ ജീവിച്ച പ്രവാചകർക്ക് എത്ര മുടിയുടെ നീളമുണ്ടാകുമെന്ന് ഊഹിക്കണം, കണക്കാക്കണമെന്ന് അവർ ആവശ്യപ്പെടുകയാണ്. എന്ന് വെച്ചാൽ മുട്ടുവരെ നീളമുള്ള ഈ 1/2 മീറ്ററിലധികം നീളമുള്ള മുടി പ്രവാചക തിരുമേനിക്ക് ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കാനുള്ള വിഫല ശ്രമമാണ് അവർ നടത്തിയത്. മഅദല്ലാ, അല്ലാഹുൽ അഭയം. അള്ളാഹുവിന്റെ ഹബീബിനെ വികൃതമായി ഫോട്ടോ വരച്ചുകൊണ്ട് ഒരു പത്രത്തിൽ കൊണ്ടുവന്നപ്പോൾ ഇസ്ലാമിക ലോകം ഇളകി പുറപ്പെട്ടു. ഇത് തങ്ങളുടെ വ്യക്തിരൂപം വളരെ കൃത്യമായി വളച്ചൊടിച്ചുകൊണ്ട് ഈ പ്രകാരം സമൂഹമധ്യത്തിൽ അവതരിപ്പിക്കുമ്പോൾ അതിന്റെ ഗൗരവം എത്രമാത്രമായിരിക്കും? ഈ നിലയിൽ ഈ വ്യാജമുടി സ്ഥിരീകരിക്കാൻ വേണ്ടി ഒരുപാട് കളവുകളും പ്രവാചക തിരുമേനെ പോലും വികൃതമായി ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിന്റെ സത്യം ഇസ്ലാമിക സമൂഹത്തെ ബോധ്യപ്പെടുത്തൽ അനിവാര്യതയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് സംഘടനാ പ്രവർത്തകന്മാർ ഇതുമായി മുന്നോട്ട് പോയതും ഇന്നും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതും നിങ്ങളൊക്കെ ആ മേഖലയിൽ നിർണായകമായ പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നതും. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കേരള ഇസ്ലാമിക് ക്ലാസ് റൂം വഴി ഈ വിഷയത്തിലുള്ള ചർച്ചകൾ ഒരു ദിനപത്രം നമുക്കുണ്ടാകുന്നതിലേറെ, ഒരു ചാനൽ നമുക്കുണ്ടാകുന്നതിലേറെ ഏറ്റവും ഭംഗിയായി നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് അഭിമാനപൂർവ്വം അനുസ്മരിക്കുകയാണ്. കാരണം ഞാൻ അലൈൻ സുന്നി സെന്ററിൽ നിന്ന് ചെന്ന് നോക്കുമ്പോൾ വലിയ സ്ക്രീനിൽ 24 മണിക്കൂറും ക്ലാസ് റൂം നടന്നുകൊണ്ടിരിക്കുക. ആ ക്ലാസ് റൂമിന് ചുറ്റും പലപ്പോഴും 10, 20, 15, 12 ആളുകളൊക്കെ ഇരുന്ന് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ചാനലാണെങ്കിൽ ഒരു ഇസ്ലാമിക് സെന്ററിൽ ഒരു ചാനൽ എടുക്കൂല, അതിന് പരിമിതികളുണ്ടാവും. ഒരു പത്രമാണെങ്കിൽ ഈ പത്രം എല്ലായിടത്തും എത്തുന്നതിന് പരിമിതികളുണ്ടാവും. ഈ ക്ലാസ് റൂമിന്റെ സംഘാടകരെയും അതിന്റെ പ്രവർത്തകരുമായ നിങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഹൈറും ബറക്കത്തും വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ സേവന. അപ്പൊ ഈ ഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ ഈ മുടി, കൈവശമുള്ള മുടി വ്യാജമാണ് എന്നതിന് കാര്യങ്ങളും കാരണങ്ങളും ധാരാളമുണ്ട്. നേരത്തെ നമ്മൾ വിശദീകരിച്ചു, ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോകുന്നില്ല. അത് വ്യാജമാണ് സ്ഥിരീകരിക്കാനുള്ള 1-ാം നമ്പർ മാർഗം ഇതിന്റെ സനദില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ, ചരിത്രപരമായി ഇത്ര നീളമുള്ള മുടി നബിതങ്ങൾക്കില്ല എന്ന് സ്ഥിരീകരിക്കപ്പെട്ട സാഹചര്യത്തിൽ പിന്നെ അത് വ്യാജമാണ് എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തലാണ് നമ്മുടെ ബാധ്യത. അതിന്റെ ഭാഗമായിട്ടാണ് ബോംബെയിൽ പോയതും ജാലിയൻവാലയെ കണ്ടെത്തിയതും അദ്ദേഹത്തോട് 1 മുടി ആവശ്യപ്പെട്ടതും 1 മുടി ആവശ്യപ്പെട്ടപ്പോൾ 7 മുടി തന്നതും. ഇതൊക്കെ അതിന്റെ ഭാഗമായി നടന്ന സംഭവവികാസങ്ങളാണ്. ഈ 7 മുടികൾ തന്ന സമയത്ത് സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ എനിക്ക് തന്ന മുടി തന്നെയാണ് ഇവർക്കും കിട്ടിയതെന്ന് പ്രസംഗമധ്യേ പറയുകയും ചെയ്തു. പിന്നെ നമുക്ക് നിഷേധിക്കാൻ ചാൻസ് ഇല്ല. ഈ മുടികൾ കൊണ്ടുവന്ന് നമുക്ക് എന്തായാലും ഇതിൽ വിശ്വാസമല്ല, ബറക്കത്തിന് വേണ്ടി കൊണ്ടുവന്നതല്ല. നമ്മളായിട്ടും പ്രദർശിപ്പിച്ചിട്ടില്ല. ആദ്യമായി നമ്മൾ പരീക്ഷണം നടത്തി. നമ്മൾ സ്വകാര്യമായി എല്ലാ അർത്ഥത്തിലും പരീക്ഷിച്ചു നോക്കി. അത്രേ ഇപ്പൊ പറയുന്നുള്ളൂ. അത് വ്യാജമാണ് 100% നമുക്ക് ബോധ്യപ്പെട്ടു. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാമിക ലോകം 14 നൂറ്റാണ്ടുകാലമായി ഏകകണ്ഠമായി അംഗീകരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയാണെങ്കിൽ ലാ യകൂനു ലഹു ളില്ലുൻ, അതിന് നിഴലുണ്ടാകില്ല. വലാ യഖഉ അലാ ഫിയാബിഹി അലാ ജസദിഹി ശരീഫ് അസ്സുബാബ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ വിശുദ്ധമായ വസ്ത്രത്തിലോ ശരീരത്തിലോ ഈച്ച ഇരിക്കില്ല. മാത്രമല്ല വഅന്നഹു ഇദാ വഖഅ ഫിന്നാർ ലാ തഹ്തരിഖ്, അത് തീര് വീണാൽ കത്തിപ്പോകില്ല. സീറത്തുൽ ഹലബിയ 3-ാം വാല്യം 351-ാം പേജിൽ പോലും ഇക്കാര്യം വസ്തുനിഷ്ഠമായി അപഗ്രഥിക്കുന്നുണ്ട്, വിശദീകരിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല ഇസ്ലാമിക ലോകം സുസമ്മതമായി അംഗീകരിച്ചു വരുന്നൊരു സത്യമാണിത്. വളരെ വ്യക്തമായി ഇമാം ദഹബി ചരിത്രകാരന്മാരിൽ ഏറ്റവും സുസമ്മതനായ ചരിത്രകാരനായിട്ടാണ് അദ്ദേഹത്തെ ഇസ്ലാമിക ലോകം കണക്കാക്കുന്നത്. ദുർബലമായ ഒന്നും അംഗീകരിക്കാത്ത മനുഷ്യൻ. അദ്ദേഹം തന്റെ താരീഖുൽ ഇസ്ലാമിൽ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഹിജറ വർഷം 4-ാം നൂറ്റാണ്ടിൽ മഹാനായ ഷരീഫ് ഹസൻ റളിയല്ലാഹു അൻഹു ഒരു സയ്യിദാണ്.
അദ്ദേഹം അന്ന് ജീവിച്ചിരിക്കുന്ന ഡമസ്കസിന്റെ രാജാവിന് അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്ന വിശുദ്ധ കേശങ്ങൾ ഹദിയയായി സമ്മാനിച്ചു. അതിന് സാഹചര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. ശേഷം തുടർന്ന് ഈ രാജാവിന് ഈ ഷെരീഫ് ഹസൻ അവറുകളെ വേണ്ടത്ര ആദരവില്ലെന്ന് കണ്ടപ്പോൾ അദ്ദേഹം സംശയം തോന്നി, കാരണം അന്വേഷിപ്പിച്ചു. അപ്പൊ ആരോ ഇദ്ദേഹത്തോട് ചെന്ന് സമീപിച്ച് പറഞ്ഞിട്ടുണ്ട്, അത് ഷെരീഫ് ഹസൻ സാഹിബിന്റെ കുടുംബക്കാരോ മുടിയോ നബിത്തങ്ങളെ മുടിയൊന്നുമില്ല, അപ്പോൾ കാന്തപുരത്തെ കുറിച്ച് പറഞ്ഞ മാതിരി അത് ഹക്കല്ല, ഇത് ഹക്കാണെന്ന് മാത്രം. അങ്ങനെ ആരോ ബോധ്യപ്പെടുത്തി. അതുകൊണ്ട് രാജാവ് തൽക്കാലം മാറ്റിവെച്ചു, ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്യാറില്ല. ഇദ്ദേഹം സത്യസന്ധനായതുകൊണ്ട് ഇദ്ദേഹത്തിന് വിഷമമുണ്ടായി, പ്രയാസമുണ്ടായി. അദ്ദേഹം നേരെ രാജാവിനെ സമീപിച്ചു. ഇനി അഷ്തഹി അൻ തർദ അലൈഹി ഷാറാത്തി, മഹാരാജാവെ, നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ ആ മുടി എനിക്ക് തിരിച്ചു തരണം. രാജാവ് തിരിച്ചു കൊടുക്കാൻ തീരുമാനമായി. തിരിച്ചു കൊടുക്കുന്ന സമയത്ത് ഒരൊറ്റ അപേക്ഷ, എനിക്കിതിന്റെ കൂടെ ഒരു ഉരക്കല്ല് കൂടി താങ്കൾ അനുവദിക്കണം. അന്ന് തീപ്പെട്ടിയില്ല, തീ ഉണ്ടാക്കാൻ വേറെ സംവിധാനം, ഉരക്കല്ലുകൊണ്ട് ഒരു സംവിധാനം. രാജാവ് ഓർഡറാക്കി കൊടുക്കട്ടെ. രാജസദസ്സിൽ വെച്ച് ആ ഒരക്കല്ല് കൊണ്ട് അദ്ദേഹം തീ ഉണ്ടാക്കുകയും തിരിച്ചേൽപ്പിച്ച 14 മുടികളുണ്ടായിരുന്നു. ആ 14 മുടികൾ ആ ആളിക്കത്തുന്ന തീയിലേക്ക് ഇടുകയും ഇങ്ങനെ തന്നെ ഫവലഅതുഹു അലാ ദാലിക്കൽ ഹജർ, ആ കത്തുന്ന കല്ലിൽ ഞാൻ ആ 14 മുടികൾ ഇട്ടു. തീയിൽ മുടി ഇടാൻ പാടില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. ഇട്ടിട്ട് ഒരൊറ്റ മുടി പോലും കത്തുന്നില്ലെന്ന് മാത്രമല്ല, ആ 14 മുടികളും തിളങ്ങിങ്ങനെ നിൽക്കുകയാണ് തീയിനുള്ളിൽ. തീ അണഞ്ഞു. മഹാരാജാവ് ഇദ്ദേഹത്തോട് ഖേദപ്രകടനം നടത്തി, വേദനയോടുകൂടി ദുഃഖപ്രകടനം നടത്തി, ക്ഷമാപണം നടത്തി, യാചിച്ചു. ആ പ്രശ്നം പരിഹരിച്ചു. ഞാൻ പറഞ്ഞത് ഹിജറ 4-ാം നൂറ്റാണ്ടിൽ നബിത്തങ്ങളുടെ മുടിയാണോ സംശയം വന്നപ്പോൾ പരീക്ഷിക്കാൻ അവലംബിച്ച മാർഗമാണ് ഈ മാർഗം. അബ്ബാസി ഭരണാധികാരിയായ മുസ്തർഷിദ് ബില്ലയുടെ കാലഘട്ടത്തിൽ ചരിത്രത്തിൽ കാണാം, ഇതേ പ്രകാരം മുടി കത്തുമോ എന്ന് നോക്കി പ്രവാചകത്തിലൂടെ മുടി കത്തിയിട്ടില്ല എന്ന് കണ്ട സംഭവം ചരിത്ര ഗ്രന്ഥങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. ലോകത്തെമ്പാടും ഇത്ര സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് മാത്രമല്ല, സാക്ഷാൽ കശ്മീർ ഹസ്രത്ത് ബാൽ മസ്ജിദിൽ മുടി സ്ഥാപിച്ചത് മഹാനായ ഔറംഗസീബ് ചക്രവർത്തി അവർകളാണ്. ഔറംഗസീബ് നല്ലവനായിരുന്നു ആ ചരിത്രം പറയുന്നത്. ഔറംഗസീബിന് ഈ മുടി വന്ന വഴി അറിയാം, സനദറിയാം, എല്ലാം അറിയാം. എന്നാൽ പോലും കാന്തപുരത്തിൽ പോയില്ലാത്ത പേടി ഔറംഗസീബിനുണ്ടായിരുന്നു. പടച്ചവനെ, ഞാൻ ഈ മുടി ഒരു പള്ളിയിൽ സ്ഥാപിച്ച് ഇത് റസൂലുള്ളാഹിന്റെ മുടിയാ സ്ഥിരീകരിക്കുമ്പോൾ, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചു പോകും, തലമുറകൾ ഇത് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് വിശ്വസിക്കുമ്പോൾ ബൈ ചാൻസ് അതൊരു ശതമാനം അല്ലെങ്കിൽ ഞാൻ കുറ്റക്കാരനാകൂലേ? അദ്ദേഹം ഉലമാക്കളോട് മുഷാവറ ചെയ്തു ചരിത്രം പറയുന്നു. ഉലമാക്കൾ ഇത് ഉറപ്പുവരുത്താൻ എന്ത് മാർഗം അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തത് ഈ 3 മാർഗമാണ്. രാജാവേ, നമുക്കൊരു കാര്യം ചെയ്യാം, അതിൽ ലളിതമായി മനസ്സിലാക്കാം. റസൂലുള്ളാഹിന്റെ മുടിക്ക് നിഴലുണ്ടാകില്ല, നിഴലുണ്ടോ നോക്കാം. നമുക്ക് ആ മുടിയിൽ കുറച്ച് തേൻ പുരട്ടി പുറത്തു വെച്ച് നോക്കാം, ഈച്ചയിൽ വന്നിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ മുടിയാണ് അടുക്കൂല. തീയിലിട്ട് നോക്കാൻ കത്തൂല. ഈ 3 പരീക്ഷണങ്ങളും അദ്ദേഹം നടത്തി വിജയകരമായി. ആ പരീക്ഷണം അതിജീവിച്ചപ്പോഴാണ് ആ മുടി കശ്മീരിലെ അന്നത്തെ ഗവർണർ ഫസൽ ഖാനോട് തന്റെ പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിക്കാൻ ഓർഡർ ഇട്ടതും ചരിത്രത്തിൽ പറയുന്നത് മാത്രമല്ല, ഈ ചരിത്രങ്ങൾ മുഴുവൻ സാക്ഷാൽ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവതാരിക എഴുതി കാരന്തൂർ മർക്കസ് പ്രസിദ്ധീകരിച്ച തിരികേശം മഹത്വം വർത്തമാന പുസ്തകത്തിൽ ഇതൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. അതിന്റെ പ്രത്യേകത പടച്ചറപ്പ് അവരെ കൊണ്ട് എഴുതിച്ചിട്ടുണ്ട്. അവരുടെ പൂങ്കാവന മാസികയിൽ ഈ പല ചരിത്രങ്ങളും കൃത്യമായി ഉദ്ധരിച്ചിട്ടുണ്ട്. ഇതൊക്കെ മുടിയുമായി ബന്ധപ്പെട്ട വിവാദത്തിനിടെ എഴുതിയതാണ്. അവർക്ക് നിഷേധിക്കാൻ സാധ്യമല്ല. എന്തിനെത്ര പറയുന്നു, ഈ സാക്ഷാൽ ഇക്ബാൽ ജാലിയാവാല നമുക്ക് മുടി കൈമാറുന്ന സമയത്ത് സനദുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സനദിന്റെ കൈവശമല്ല. സനദ് നിങ്ങളെ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരും ഒരു കത്തുമായിട്ട് പറഞ്ഞയച്ചിരുന്നു, സനദ് കൊടുത്താൽ 5 ലക്ഷം രൂപ തരാണ്. അദ്ദേഹം പറഞ്ഞു 5 അല്ല 20 ലക്ഷം തന്നാലും സനദിന്റെ കയ്യിൽ വേണ്ടേ കൊടുക്കാൻ. പക്ഷെ റസൂലുള്ളാഹിന്റെ മുടിയാണ് തെളിയിച്ചു തരാൻ അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹം തെളിയിച്ചിരുന്ന് മുടിക്ക് നിഴലില്ല നോക്കിയിട്ടാ. വളരെ കൃത്യമായൊരു ബൾബ് ഫിറ്റ് ചെയ്തിട്ട് ആ മുടിങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു പാത്രത്തിന് വലിയ മുടിക്കെട്ടി തൊടുക, ഒരു പാത്രത്തിന് നിറച്ച് മുടിപ്പീസുകൾ വേറുണ്ട്. ഇതിന് നമുക്ക് എടുത്തു തരുന്നത് എടുത്തിട്ട് ടെസ്റ്റ് കൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് മെല്ലെ ഇങ്ങനെ ബൾബിന്റെ നേരെ നോക്കിയിട്ട് ഇതിന് നിഴലുണ്ട്, ഇതും അത്ര ആയി കാണും, അത്ര കഴുകി കളഞ്ഞാൽ പിന്നെ ശരിയാവുന്ന അവിടെ നിൽക്കട്ടെ. അടുത്തെടുത്തിട്ട് നോക്കിയിട്ട് ഇതിന് നിഴലില്ല, അപ്പൊ ശരി നമുക്ക് ഫിറ്റ് ചെയ്ത് തരാം. ഇങ്ങനെ 7 മുടികൾ നിഴലില്ല എന്ന് ഉറപ്പുവരുത്തി നമുക്ക് തന്നത്. ഇത് കൃത്രിമമായ പരിശോധന അപ്പൊ തന്നെ നമുക്കറിയാം. നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തു, അതിന്റെ രഹസ്യം നമ്മൾ കണ്ടെത്തി. നമ്മൾ ഓഫീസിൽ ഞാൻ ഒരു സുഹൃത്തിന്റെ മുടിയെടുത്തു, ഈ മുടിയെടുത്തു, എടുത്തിട്ട് കൃത്യമായി നമ്മൾ ബൾബിന്റെ അടുത്ത് വെച്ച് നോക്കി. അപ്പൊ ഒരു ബൾബിന്റെ നിശ്ചിത അടുത്ത അകലത്തിൽ വെച്ചാൽ 2 മുടിക്കും നിഴലില്ല, കുറച്ച് വിട്ടുപിടിച്ചാലേ നിഴലുള്ളൂ. ഇപ്പൊ നമുക്കൊക്കെ പരിശോധിക്കാൻ ടെസ്റ്റാണത്.
ഇക്ബാൽ ജാലിയാവാലിന്റെ 10,000-കണക്കിന് മുടികളും അതാണുള്ള കാന്തപുരത്തിന്റെ കൈവശമുള്ള മുടികൾ. നമ്മൾ വെല്ലുവിളിക്കുന്നു അന്തസ്സായ ആത്മാഭിമാനത്തോടുകൂടി ആ 10,000-കണക്കിന് മുടികൾ ഒറ്റ മുടിക്ക് നിഴലെല്ലാം തെളിയിച്ചു കഴിഞ്ഞാൽ കാന്തപുരത്തിന് മുടി നമ്മൾ അംഗീകരിക്കാം. അവർക്ക് ധൈര്യമല്ലല്ലോ സംഭവം. അപ്പൊ ഇതായത് സിർ. ഞാൻ ഇത് പറയാൻ കാരണം സാക്ഷാൽ ഇക്ബാൽ ജാലിയ വാല പോലും പറയുന്നത് തങ്ങളുടെ മുടിയാണോ നിഴലുണ്ടാവില്ല. നമ്മുടെ ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ കുരിയാട് ഇപ്പൊ സെനഗൽ അന്താരാഷ്ട്ര ഇസ്ലാമിക് കോൺഫറൻസിൽ പോയപ്പോ അവിടെ ഇവരുടെ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്ന ഈജിപ്തിലെ ഗ്രാൻഡ് മുഫ്തി ഡോക്ടർ അലി ജുമാ ഉണ്ടായിരുന്നു ആ സമ്മേളനത്തിൽ. അപ്പൊ ഒഴിവ് കിട്ടിയപ്പോ സംസാരിച്ച് പറഞ്ഞു, നിങ്ങൾ അന്ന് കേരളത്തിൽ വന്ന സമയത്ത് അവിടെ ഒരു മുടി കൈമാറ്റ ചടങ്ങാണെന്ന് കേരളത്തിൽ വലിയ വിവാദം നടക്കുകയാണെന്ന്, വ്യാജമുടിയാണെന്ന് അപ്പൊ പറയുന്നത്. സത്യത്തിൽ നിങ്ങൾ അവിടെ പങ്കെടുത്ത സദസ്സിൽ അത് കൊടുത്തെന്ന് അവർ ഒരു തെളിവായി പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാനവിടെ പങ്കെടുത്തുകൊണ്ട് മുടി ശരിയാവൂല തെറ്റുമാവൂല, ഞാൻ പ്രസംഗത്തിൽ വിളിച്ചു വന്നു പോകുന്നു, എനിക്ക് ആ മുടിയായിട്ടൊരു ബന്ധമല്ലാന്ന്. നിങ്ങൾക്കങ്ങനെ സംശയമുണ്ട് പരിശോധിച്ചാൽ പോരാ. ഞങ്ങള് ഇവിടെ ഹുസൈൻ മസ്ജിദിൽ പണ്ട് മുടിയിട്ട കാര്യത്തിൽ വിവാദം വന്നപ്പോ ഞങ്ങൾ നിഴലുണ്ടോ നോക്കി, ഈച്ചെടുക്കോ നോക്കി, കത്തോ നോക്കി, അതില്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ മുടിയെ ഉറപ്പാക്കാൻ ഒരു പണിയില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്ലാമിക ലോകം സുസമ്മതമായി അംഗീകരിച്ച മാനദണ്ഡങ്ങളാണിത്. സാക്ഷാൽ കാന്തപുരം വിഭാഗം പോലും നിഷേധിക്കുന്നില്ല. അപ്പൊ നമ്മൾ സ്വന്തം പരീക്ഷിച്ച ശേഷം എന്തു ചെയ്തു? അടുത്ത സ്റ്റെപ്പ് വാർത്താ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചു. ഈ മുടി ഇസ്ലാമിക ലോകം ഞങ്ങളും കാന്തപുരം വിഭാഗവും അംഗീകരിക്കുന്ന മാനദണ്ഡമാണ്. നിഴലില്ല, ഈച്ചരിക്കൂല, കത്തൂല. ഞങ്ങൾ റെഡിയാണത് പരിശോധിക്കാൻ. അവർ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ പ്രതിനിധികളുടെ മാധ്യമങ്ങളുടെ പ്രതിനിധികളുടെ മുമ്പിൽ വെച്ച് പരസ്യമായി ഈ 3 ടെസ്റ്റ് നടത്താൻ ഞങ്ങൾ റെഡിയാണ്. കാന്തപുരത്തിന്റെ മുടി പരീക്ഷണങ്ങൾ അതിജീവിക്കുകയാണെങ്കിൽ 3 അതിജീവിക്കാൻ ഒറ്റ പരീക്ഷണം അതിജീവിച്ചാൽ മതി. ഞങ്ങൾ ഇത്രയും പറഞ്ഞത് ക്ഷമാപണം നടത്തിക്കൊണ്ട് കാന്തപുരത്തിന്റെ മുടിയെ എല്ലാ അർത്ഥത്തിലും ആദരിക്കാനും പരസ്യമായി മാപ്പ് ചോദിക്കാൻ തയ്യാറാ. ഇല്ലെങ്കിൽ കാന്തപുരം പിൻവലിക്കുമോ വെല്ലുവിളിച്ചു. അത് മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചു. കാന്തപുരം തയ്യാറായില്ല. അവസാനം കാന്തപുരത്തോട് പത്രപ്രതിനിധികൾ ചോദിച്ചു, ഒരു ചാനൽ പ്രതിനിധി ചോദിച്ചു, നിങ്ങൾക്ക് എന്താണ് അങ്ങനെ പ്രവാചകന്റെ മുടി കത്തില്ല എന്ന് പറയുകയാണെങ്കിൽ നിഴലുണ്ടാവുന്ന കത്തിച്ചു നോക്കുന്നതിന് എന്താണ് തടസ്സം ചോദിച്ചു. കാന്തപുരം പറഞ്ഞു, കത്തിച്ചാൽ കത്തൂല, പക്ഷെ കത്തിക്കൽ ഹീനമായ നടപടിയാണെന്നും. അപ്പോൾ ചാനലിന്റെ പ്രതിനിധി ചോദിച്ചു, കത്തിക്കൽ ഒഴിവാക്കിയിട്ട് നിഴലുണ്ടോ നോക്കിക്കൂടെ, അതിൽ കുഴപ്പമില്ലല്ലോ ചോദിച്ചു. ഇല്ല, ഞങ്ങളൊരു പരീക്ഷണത്തും ഇല്ല. ഇതാണ് കാന്തപുരം. അങ്ങനെ ഘട്ടത്തിലാണ് നമ്മൾ പരസ്യമായി കോഴിക്കോട് ജൂബിലി ഹാളിൽ എക്സിബിഷൻ പ്രഖ്യാപിച്ചത്. ഈ മുടിയുടെ വ്യത്യസ്ത വൈരുദ്ധ്യങ്ങൾ, ഇവർ പറഞ്ഞ വൈരുദ്ധ്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകളും വിശദമായി നബി തങ്ങളുടെ മുടിയെക്കുറിച്ച് പറയുന്ന ഹദീസുകളും, ഇത് ഭദ്രമായി ഈ മുടി നിഴലുണ്ടോന്ന് ടോർച്ചടിച്ച് നോക്കി കാണാനുള്ള സംവിധാനവും ആയിരക്കണക്കിന് ആൾ നേർക്കുനേരെ നോക്കിക്കണ്ടു. ചാനലുകൾ ആ നിഴൽ അങ്ങനെ തന്നെ ഒപ്പിയെടുത്ത് അങ്ങനെ തന്നെ പ്രദർശിപ്പിച്ചുകൊണ്ടിരുന്നു. അവരും ചൂണ്ടിക്കാണിച്ചു, ഇസ്ലാം മുസ്ലിങ്ങളുടെ വിശ്വാസം പ്രവാചകരുടെ മുടിക്ക് നിഴലുണ്ടായില്ല, പക്ഷേ ഈ മുടിക്ക് നിഴലുണ്ടത് വ്യാജമാണ്, സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ കാര്യങ്ങൾ വ്യക്തമായ ശേഷം തത്വത്തിൽ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പരീക്ഷിച്ചു, മാധ്യമങ്ങളെ ബോധ്യപ്പെടുത്തി, പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തി. പൊതുജനങ്ങൾ അന്ന് കാണാമെന്നതിൽ 50% ഏൽപ്പിക്കാരാണെന്നാണ് നമ്മുടെ പ്രവർത്തകർ പറയുന്നത്. കാരണം നമ്മളറിയാത്ത മൂല്യന്മാരാണ് ഏൽപ്പിക്കാരായിരിക്കും. അത് നമ്മുടെ പ്രവർത്തകന്മാർ ആപേക്ഷികമായി കുറവാ. ഇത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇനി ഈ വ്യാജ വസ്തു നമുക്ക് ആവശ്യമില്ല എന്ന നിലയിൽ തിരിച്ചു കൊടുക്കണം എന്നുള്ള ചിന്താഗതിയിലാണ് ഉണ്ടായത്. പക്ഷെ എന്തായാലും ഇവർക്ക് കൊടുക്കാൻ പറ്റൂല. നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയി ഒന്ന് വിശദമായി വിലയിരുത്തി അവലോകനം ചെയ്ത് നമുക്ക് പിൽക്കാലത്ത് ഉപയോഗപ്പെടുത്താൻ ഇത് പോലീസിന് കൈമാറുക എന്നൊരു രേഖ ഉണ്ടാക്കുക എന്നുള്ള പ്ലാൻ ചെയ്തു. സാധാരണ വ്യാജ വസ്തുക്കൾ കണ്ടുകിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യാം, പോലീസ് സ്റ്റേഷനിലാണ് ഏൽപ്പിക്കാറുള്ളത്. ഇതുപോലെ പോലീസ് കമ്മീഷണറുമായി ബന്ധപ്പെട്ട് സംസാരിച്ചു. ഞങ്ങളെ ഇക്ബാൽ ജാലിയാവാല എന്നൊരു വ്യക്തി ഇങ്ങനെ പ്രവാചകന്റെ മുടിയാണെന്ന് പറ്റിച്ചു, പക്ഷെ ഇപ്പൊ ഞങ്ങൾക്കത് ബോധ്യപ്പെട്ടു വ്യാജാണ്. അപ്പൊ അയാൾക്ക് പറയാം, കമ്മീഷണർക്ക് ഈ സംഭവമൊക്കെ അറിയാം, അതുകൊണ്ട് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കണം. പോലീസ് കമ്മീഷണർ പറഞ്ഞു, ഞാനിപ്പോ ഏറ്റെടുത്തിട്ട് എന്താ ചെയ്യാ, കാരണം ഞാനിത് കൊണ്ടുകൊടുക്കാൻ 2 പോലീസുകാരെ വിട്ടാൽ ചിലപ്പോൾ ഇത് പിന്നെ ഇതിൽ കൃത്രിമം കാണിച്ചു പറഞ്ഞാൽ ഇത് റിലീജിയസ് ഇഷ്യൂ ആയി മാറോ പ്രശ്നമാവും തന്നു. അപ്പൊ ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങൾ അയാൾക്ക് കൊടുക്കൂല, ഞങ്ങൾക്ക് ഇത് വേണ്ടെന്ന് പറഞ്ഞു. അവർ കാര്യം ഞാൻ അവർക്ക് വിവരം അറിയിക്കാം, അവർ ഉത്തരവാദപ്പെട്ട ആളുകൾ വന്നാൽ അത് രേഖാമൂലം കൈപ്പറ്റി പിന്നെ റെസിപ്റ്റൊക്കെ തരികയാണെങ്കിൽ നമുക്ക് കൈമാറാം, അപ്പൊ നിങ്ങൾ അറിയിക്കാം, അപ്പൊ തൽക്കാലം നിങ്ങൾ കയ്യിൽ വെച്ചോ പറഞ്ഞു. അങ്ങനെ നമ്മളെ കയ്യിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് എഴുതി വാങ്ങി. ജാലിയാവാല തന്നതും തങ്ങളെ മുടിയാണ് പറഞ്ഞതും പറ്റിച്ചതും ഇത് നിഴലുണ്ടെന്ന് ബോധ്യപ്പെടുത്തതും അത് വ്യാജാണ് എന്നതിനാൽ നമ്മൾ തിരിച്ചേൽപ്പിക്കാനുള്ള തീരുമാനം എടുക്കാൻ പോകുന്നു എന്ന കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കി. പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അതിൽ ഒപ്പുവെച്ചു. 1 കോപ്പി നമുക്കും തന്നു, 1 കോപ്പി അദ്ദേഹത്തിന് കൈവശമുണ്ട്. റെക്കോർഡാണത്. ഇന്നല്ലെങ്കിൽ നാളെ നിയമപരമായ നടപടികൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കൃത്യമായ രേഖയും സാക്ഷിയും അവിടെ നിലവിലുണ്ട്. ഈ നിലയിലാണ് കൈമാറ്റ ചടങ്ങ് നടത്തിയത്.
ഇത്രയും നമ്മൾ ആക്കി തീർത്തിട്ടുണ്ട്. ഇത് പരസ്യമായി നിലയെല്ലാം സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി ഇവരുടെ ഈർഷ്യത വർദ്ധിച്ചിരിക്കുകയാണ്. നമ്മൾ സത്യത്തിൽ കാന്തപുരത്തിനെയും കുറ്റം പറയുന്നില്ല, ഇവർ ആൾക്കാരെയും കുറ്റം പറയുന്നില്ല. പക്ഷേ ഈ സത്യം വിളിച്ചു പറയുന്നത് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയല്ല നമുക്ക് കൃത്യമായി ബോധ്യപ്പെട്ടു, ജനസമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. ഇതിന്റെ പേരിലാണ് നമ്മുടെ എല്ലാ പ്രവർത്തകന്മാർക്കും നിരന്തരം ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. നിരന്തര ശല്യം. ഇന്നലൊക്കെ നാട്ടിൽ നിന്ന് ഒരുപാട് ഫോൺ കോൾ വന്നു, പിന്നെ ദുബായ് ജയിലിലാണോ എന്ന് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അത് ഇന്നും തുടർന്നുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ ഫضل കൊണ്ട് ഇവരെന്തൊക്കെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വൈതരണികളും സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും ശരി, സത്യവുമായി നമ്മൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലുള്ള തൗഫീഖ് നമ്മൾ സത്യത്തിന്റെ വാഹകര നമ്മൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ദുആ ചെയ്യുകയാണ്. നമ്മുടെ ഹക്കിന്റെ ആളുകളാണെങ്കിൽ തെളിവുകൾ ധാരാളം നമ്മുടെ കൺമുമ്പിലുണ്ട്. ഇവരമാതിരി സ്വപ്ന കഥകളൊന്നുമല്ല. സാക്ഷാൽ തൃപ്പനച്ചി ഉസ്താദ് മഹാനുള്ള കാര്യത്തിൽ സംശയമല്ല. നവ്വറല്ലാഹു അള്ളാഹു പ്രകാശപൂർവമായി കൊടുക്കുമാറാകട്ടെ. ശംസുലമ ഒരുവിധ ആൾക്കാരൊന്നും അംഗീകരിക്കാറില്ല. ഇദ്ദേഹത്തെ മാനിച്ചിരുന്നു, ബഹുമാനിച്ചിരുന്നു. എന്റെ നാട്ടിൽ മുഅല്ലിം സുഹൃത്തിനോട് പറഞ്ഞതാണ്, തൃപ്പനച്ചി അദ്ദേഹം ജോലി ചെയ്യുന്നത്. കാലത്ത് മദ്രസയിൽ പോകുമ്പോ പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ കാറ് വന്ന് നിർത്തി. ഞാനിങ്ങനെ ഒരു തൊപ്പിയൊക്കെ ഇട്ട ആളായപ്പോ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാർ എവിടെ ഉണ്ടാകുമെന്ന് ചോദിച്ചു, കാർ നിർത്തിയിട്ട്. പടച്ചോനപ്പോ നോക്കുമ്പോ തങ്ങളാ. ഞാൻ തങ്ങളെ കൃത്യം പറയാൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും ഇരിക്കുന്നതാണ്. നിങ്ങൾക്ക് തിരക്കില്ലെന്നായി വണ്ടി കയറി തന്നു. ഞാൻ തങ്ങളെ വണ്ടി കയറി. അങ്ങനെ അങ്ങ് ഇറങ്ങി ഉസ്താദിനെ കണ്ടുപിടിച്ചു. തങ്ങൾ ഉസ്താദിനോട് ദുആ ചെയ്യിപ്പിച്ചു പോയി. ദൃക്സാക്ഷി പറഞ്ഞതാണ്. എല്ലാവരും തർക്കമില്ലാതെ ആദരിക്കുന്ന മനുഷ്യൻ. അദ്ദേഹത്തിന് സംഘടന പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ തെർബിയത്ത് കൊണ്ട് കാന്തപുരം ഗ്രൂപ്പ് വിട്ട ധാരാളം ആളുകളുണ്ട്. ഇപ്പൊ മരിച്ച ശേഷം സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറ അംഗമായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അള്ളാഹു അവർക്കും നമ്മുടെ മഹാന്മാർക്കും നമുക്ക് എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യം നൽകി അനുഗ്രഹിക്കും പറയട്ടെ. തങ്ങളോട് നേരിട്ടൊരു വേദിയിൽ വെച്ച് പറഞ്ഞതാണ്, ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സമ്പന്നനായ കാന്തപുരത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ബന്ധു അദ്ദേഹം ദുആ ചെയ്യിപ്പിക്കാൻ വേണ്ടി തൃപ്പനച്ചി ഉസ്താദിന്റെ അടുത്ത് പോയി. തൃപ്പനച്ചി ഉസ്താദ് ദ്വാർക്കല്ല. അദ്ദേഹം പറഞ്ഞു, കേരളത്തിൽ അള്ളാഹു ദീൻ നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് കണ്ണിയ മൂല്യരെയും ഇ കെ മൂല്യരെയാണ്. ബസ് ഇത് മാത്രമേ അവർ പറഞ്ഞോളൂ. ഒരു കുറെ നിന്ന് ദ്വാർക്കല്ല പോയി. പിന്നെയും കുറെ കഴിഞ്ഞിട്ട് വേറെ ദിവസം ചെന്നു. ഇതേ മറുപടി ഇദ്ദേഹത്തോട്, കേരളത്തിൽ അള്ളാഹു ദീൻ നടത്താൻ ഏൽപ്പിച്ചിരിക്കുന്നത് കണ്യമൂല്യരെ ഇ കെ മൂല്യരെ. ഇപ്പം നല്ല നേരത്തെ ഉണ്ടായ സംഭവമാണ്. തുടർന്നാണ് അദ്ദേഹം ലാസ്റ്റ് ഇതിന്റെ അർത്ഥം ആളോട് ചോദിച്ച് മനസ്സിലാക്കി, ബന്ധം മനസ്സിലാക്കി കാന്തപുരം ഗ്രൂപ്പ് വിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ചേർന്ന് പിന്നെ അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹത്തിൽ ദുആ ചെയ്തു അനുഭവം. ഇങ്ങനെ ധാരാളം ആളുകളുണ്ട്. അത് തൃപ്പനച്ചി ഉസ്താദ് മാത്രമല്ല, കണ്ണിയാൽ ഉസ്താദ് മാത്രമല്ല, മഹാനായ സി എം മടവൂർ വലിയുല്ലാഹി ഉൾപ്പെടെയുള്ള സകലമായ ആളുകളും ഇങ്ങനെ ആത്മീയമായ നായകത്വം നമ്മളോടൊപ്പമാണ്. കാന്തപുരത്ത് നമ്മൾ അടുക്കാൻ സാധിച്ചിട്ടില്ല. തൃപ്പനച്ചി ഉസ്താദ് മരിച്ചിട്ട് പോലും അവിടെ ജനാസ സന്ദർശിക്കാനോ മയ്യിത്സ്കാരത്തിൽ പങ്കെടുക്കാനോ അദ്ദേഹത്തിന് 30 തവണ മയ്യിത്സ്കാരം നടന്നിട്ടുണ്ട്. തൗഫീഖ് വേണം. ജീവിച്ചിരിക്കുന്ന കാലത്ത് ഏത് മിസ്കിമാരും ചെന്ന് ദുആ ചെയ്യിപ്പിക്കുമായിരുന്നു. പക്ഷേ ഇദ്ദേഹം ചെന്നിട്ട് അവിടുത്തെ കുഞ്ഞാപ്പാജി, അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ നമ്മുടെ ഉത്തരവാദപ്പെട്ട ആളുകളാണ്. കാന്തപുരത്തിന് മഹാനവർ മുഖം കൊടുത്തിട്ടില്ല. കാന്തപുരത്തിന് ഇങ്ങനെ കാര്യം വന്ന മൂപ്പർ ഇതിലൂടെ ഇറങ്ങിപ്പോവും. മുഖം കൊടുത്തിട്ടില്ല. ഗൗരവമുള്ള കേസാ. മഹാനായ ശംസുലമ ഇ കെ ഉസ്താദ് നവ്വറല്ലാഹു മർക്കദ അവസാനം വളരെ വെറുപ്പിച്ചപ്പോഴാണ് ലാസ്റ്റ് ഒഴിവാക്കിയിട്ട് പിന്നെ പലരും ഇദ്ദേഹത്തിന്റെ തന്ത്രം ഉപയോഗിച്ച് പലരെയും പറഞ്ഞായിരിക്കും പിന്നെ മസ്ലഹത്തിന് അങ്ങോട്ട് ഇങ്ങോട്ട് പറഞ്ഞിട്ട്. പക്ഷെ ശംസുലമ ഒരു തീരുമാന അവന്റെ കാര്യം പറഞ്ഞ് ഇവിടെ വേണ്ട, അവന്റെ മുഖത്തേക്ക് എനിക്ക് നോക്കണ്ട. അതൊരു അവരെ വാക്ക്. മഹാനായ ശംസുലമ വഫാത്താകുന്ന ദിവസം കാന്തപുരം ഇവിടെ അബുദാബിയിലാണെങ്കിലും ദുബൈയിലാണെങ്കിലും ഖത്തറിലാണെങ്കിലും കുവൈത്തിലാണെങ്കിലും സൗദിയിലാണെങ്കിലും ഒക്കെ തത്സമയം ടിക്കറ്റ് എടുക്കും, അവിടെ എത്തും, ഫോട്ടോഗ്രാഫിയും കൂട്ടിയായിരിക്കും വരിക മൂപ്പര്. അവിടെ ഒരു വാർത്താ സമ്മേളനം നടത്തും. പക്ഷെ അള്ളാന്റെ ഫضل നോക്കണം, മഹാനായ വാക്ക് നോക്കണം. ശംസുലമ വഫാത്താകുന്ന മൂപ്പര് അള്ളാഹു തആല അമേരിക്കയിൽ കൊണ്ടുപോയിട്ടു. ഒരു നിലക്കും പറഞ്ഞാടെത്തൂല്ലോ. കബറടക്കം കഴിഞ്ഞ് പിറ്റേന്ന് എത്തിയത്. ആ മുഖം എനിക്ക് കാണാൻ അങ്ങനെ തന്നെ മരിച്ച ശേഷം ആ മുഖം കാണാൻ സാധിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ഹക്കിന്റെ അഹിതകാരാണെന്ന് ഒരു സംശയവും വേണ്ട. നമുക്ക് സുന്നത്ത് ജമാഅത്തിനെ ആ പൂർവികമായ മാർഗത്തെ പടുത്തുയർത്തി നിലനിർത്താൻ വേണ്ടി മഹാന്മാർ സ്ഥാപിച്ച സമസ്ത കേരള ജംഇയ്യത്തുലമ. അതാ വഴിക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് കണ്ണിയത്ത് ഉസ്താദൊക്കെയാണ് ഇവരെ മാറ്റി നിർത്തിയ ആൾ പുറത്തന്നെ, അവർക്ക് തിരിച്ചു വരാൻ കഴിയില്ല. നമുക്ക് ഇസ്സത്തായി നമ്മുടെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകാം. എല്ലാവരും ദുആ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാം കുറിക്കുന്നു.
സ്വല്ലല്ലാഹു അലാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഏതാനും മിനിറ്റുകൾ അത്യാവശ്യമാണെങ്കിൽ ഇത് സംബന്ധിച്ച് സംശയം ചോദിക്കാം. ലഫീറത്താനി എന്ന മുസന്നക്ക് അങ്ങനെ പ്രത്യേക അർത്ഥം അതിലുണ്ട്. ഒദീറത്താനിക്ക് ഒദീറത്ത് ഒദായിർ എന്ന് പറയുന്നില്ല. അതും വേണം ഒരു പിടിച്ചിട്ടുണ്ടാക്കിയത്. ഗദീറത്ത് എന്ന പദത്തിന്റെ അർത്ഥം ലിസാനുൽ അറബിൽ വിശദീകരിക്കുന്നിടത്ത് ഗദീറത്തും ജമ്മു ഗദായിർ ലഫീറത്ത് ലഫായിർ ഇങ്ങനെയൊക്കെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. നേരത്തെ ഗദീറത്താനി എന്ന മുസന്ന ദ്വിവചനത്തിന്റെ പ്രത്യേക അർത്ഥമായിട്ട് നെഞ്ചിലേക്ക് ഇറങ്ങി നിൽക്കുന്ന മുടിയിൽ കൊടുത്തിട്ടുണ്ട്. ആ ദ്വിവചനത്തിന് മാത്രമുള്ള അർത്ഥമായിട്ടാണ് അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. അത് സാധാരണ ഏകവചനത്തിനും ജമ്മിനും അർത്ഥമുള്ളതായിട്ട് അവിടെ കൊടുത്തിട്ടില്ല. ഒരു പ്രത്യേക പ്രയോഗമായിട്ട് ഗദീറത്താനി എന്നതിന് നെഞ്ചിലേക്ക് ഇറങ്ങുന്ന മുടി അർത്ഥം കൊടുത്തിട്ടുണ്ട്. അതെ അതെ അതെ. ഓക്കെ, പറഞ്ഞു. അതെ. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഇവരുടെ ഒരു പ്രധാന നേതാവിന് അബുദാബിക്ക് ക്ഷണിച്ചു ആ പ്രസംഗത്തില്. അതാ പറയാൻ പോണത് ഇപ്പോ. അപ്പോ അദ്ദേഹം പറഞ്ഞു, പിന്നെ ഇത് സംബന്ധിച്ച് ഞാൻ ചർച്ചയ്ക്ക് ക്ഷണിച്ചുകൊണ്ട് ഇവരെ പ്രധാനപ്പെട്ട ഒരു നേതാവിന്, ഇതുമായി ബന്ധപ്പെട്ട നേതാവിന് മെയിൽ അയച്ചു. എന്നിട്ട് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. വാസ്തവ വിരുദ്ധമാണ്. ഞങ്ങളെ കണ്ണീർപ്പിനവനെ അഥവാ കാലമ്പാടി ഉസ്താദ് ചെറുശിസ്ഥാനം വല്ല മെയിൽ കിടക്കണ്ടോ ചെക്ക് ചെയ്ത് നോക്കി. കുട്ടികൾ വല്ല മെയിൽ ഉണ്ടാക്കിയിട്ട് അവരെ മെയിൽ പോലും അങ്ങനെ മെയിലില്ല. ഒരൊറ്റാളെ മെയിലും അങ്ങനെ സംഭവം. പിറ്റേന്താ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു, അങ്ങനെ ഒരു മെയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ ആ ആൾ ആരെ പേരിൽ അയച്ചതെന്ന് പറയണം. പ്രതികരിച്ചിട്ടില്ല. രണ്ടാമത്തത്, അദ്ദേഹം അവിടെ വെച്ച് പ്രസംഗിച്ചത് തൊട്ട് തലേന്ന് കാന്തപുരം പറഞ്ഞു മുടിന്റെ സനതും രേഖയ്ക്ക് എന്റെ കൈവശമുണ്ട്, വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതാണ്, അതിനാർക്കും സംശയം വേണ്ട എന്ന് പറഞ്ഞു. പിറ്റേന്ന് ഇദ്ദേഹം പ്രസംഗിക്കുകയാണ്, മുടിന്റെ സനതും രേഖയ്ക്ക് അബുദാബിയിലുണ്ട്, അവിടെ വന്നാൽ ആർക്കും കാണിച്ചതാണ്. അപ്പറഞ്ഞ വൈരുദ്ധ്യ തലേന്നും പിറ്റേന്നും. പക്ഷെ നമ്മളൊരു കാര്യം ചെയ്തു, നമ്മൾ അദ്ദേഹം പോകുന്ന ടൈമും കാര്യമൊക്കെ അന്വേഷിച്ചു. അദ്ദേഹം പിറ്റേന്ന് പോകുന്നില്ല എന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് പിറ്റേന്ന് കാലത്ത് തന്നെ നമ്മൾ കോഴിക്കോട് വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു, ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് അബുദാബിയിൽ പോകേണ്ട ആവശ്യമാണെങ്കിൽ പോകാം, പക്ഷെ അള്ളാന്റെ ഫضലിനോട് ഇപ്പൊ പോകേണ്ട ആവശ്യമല്ല. ഇപ്പൊ ആള് റെഡി ഇവിടെ കോഴിക്കോടുണ്ട്. ഞങ്ങൾ ഇവിടെ വെച്ച് തന്നെ മാധ്യമ പ്രതിനിധികളെ മുൻനിർത്തിക്കൊണ്ട് ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു എന്ന് മാത്രമല്ല, എല്ലാ ചാനലുകളും ലൈവായി തത്സമയം ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പിന്നെ വാർത്തയായിട്ടും കൊടുത്തു. ഈ പറയുന്ന മര്യാദ ആൾക്കാര് ഞങ്ങളില്ലപ്പോ, ഞങ്ങൾക്കിപ്പോ സൗകര്യമില്ലാന്നോ അല്ലെങ്കിൽ അബുദാബിക്ക് തന്നെ വന്നാലേ പോരും എന്തെങ്കിലും പ്രതികരിക്കില്ല. ഈ നിമിഷം വരെ പ്രതികരിച്ചിട്ടില്ല. സംഭവം എന്താ വെച്ചാൽ അവർക്ക് ഇതിങ്ങനെ പറഞ്ഞിങ്ങനെ പോകണം എന്നല്ലാതെ ഇവിടെ സനദില്ല നമുക്കറിയില്ലേ. കാരണം ഇക്ബാൽ ജാലിയന്റെ ആണ് ഇവിടുന്ന് കിട്ടിയ. ഇക്ബാൽ ജാലിയ നമ്മൾ പറഞ്ഞു മാത്രമല്ല, ഇദ്ദേഹത്തിന്റെ കത്ത് ജാലിയവാലിന്റെ 3 പേജിൽ ഞാൻ ഫുള്ള് വായിച്ചാണ്. ഇക്ബാൽ ജാലിയക്ക് അറബി അറിയില്ല. നമ്മളിങ്ങനെ വായിച്ചു കൊടുത്ത് അദ്ദേഹം കേട്ട് അജബായി ഇങ്ങനെ നിൽക്കുകയാണ്. ഇദ്ദേഹം ഒപ്പുവെച്ച ലെറ്റർ പേഡിൽ ഈ കത്തിൽ 7 സാധനം ആവശ്യപ്പെടുന്നുണ്ട്. നബിന്റെ മുടി മാത്രമല്ല, നബി ഷാറത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജുബ്ബത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇമാമത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇതൊക്കെ എനിക്ക് വേണം ഇവിടേക്ക് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ട കത്ത് അവിടെ കത്ത് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇക്ബാൽ ജാലിയ പോലെ പറഞ്ഞു, ഈ സാധനങ്ങൾ പലപ്പോഴും നിങ്ങൾ അബുദാബിക്ക് കക്ഷി കൊണ്ടുപോകാറുണ്ട്, എന്നിട്ട് പ്രദർശനത്തിൽ വെച്ച് തിരിച്ചു ഇവിടെ തന്നെ എത്തിക്കൂതാണ് പതിവ് എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു ജുബ്ബ കൊണ്ടുപോയിട്ട് ഇതുവരെ എത്തിച്ചിട്ടില്ല, ഒരു കൊല്ലം കഴിഞ്ഞ് ഫോൺ ചെയ്തിട്ട് എടുക്കണില്ല എന്നാണ് അന്ന് നമ്മളോട് പറഞ്ഞ കാര്യമാണ്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ചു കൊണ്ടുകൊടുക്കുന്ന പരിപാടിയാ. അപ്പൊ ഈ വിധത്തിൽ എങ്ങനെ ഇല്ല, അക്കാൾ വളരെ തന്ത്രപരമായിട്ടാണ്. അയാൾക്ക് കൃത്യമായ ഗൈഡൻസ് ഉള്ള പോലെ ഉണ്ട്. ഒന്നും ഫോട്ടോ നമ്മൾ എടുത്തൊക്കെ കൃത്യമായിട്ട് എടുത്താൽ കാണാൻ എടുത്താണ്. ഒന്നും ഫോട്ടോ എടുക്കാനുള്ള, ഒന്നും റെക്കോർഡ് തരില്ല, ഒന്നും ഫോട്ടോ കോപ്പി തരില്ല. വളരെ ഉറച്ച നിലപാടാ. ഇപ്പൊ ഈ ചാനൽ പ്രതിനിധികൾ എത്ര തവണ ആൾ ബന്ധപ്പെട്ടു ഒരു അഭിമുഖത്തിന് വേണ്ടിയിട്ട്. ഇപ്പൊ ബോംബെയിലാണല്ലോ നിങ്ങൾ വിളിച്ച നമ്പറല്ലായിരുന്നു ഒഴിഞ്ഞു മാറുകയാണ്. ഇന്ത്യ വിഷന്റെ ആള് ഇവിടെ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട് പോലും ഇവിടുത്തെ ചില ദൃശ്യങ്ങൾ കൊണ്ടുപോയി. പക്ഷെ ജാലിയവാല കൊടുക്കുന്നില്ല, കാരണം ആളുകളായിട്ട് അടുക്കാൻ സമ്മതിക്കുന്നില്ല. ജനങ്ങളുടെ ഇടയിൽ സാധാരണക്കാരുടെ ഈ വിഷയം ഇങ്ങനെ 2 കൂട്ടക്കാർ കൂടി ചർച്ച ചെയ്യുന്നത് മുസ്ലിങ്ങളുടെ ഇടയിൽ ഒരു പരിഹാസമായിട്ട് വരും. അതിനെന്താണ്?
സാധാരണക്കാരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അമുസ്ലിങ്ങൾക്കിടയിൽ മാത്രമല്ല, മുസ്ലിങ്ങൾക്കിടയിൽ പോലും ഇതിങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുഹൃദാസ തങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ ഈ വിധത്തിൽ വരുമ്പോൾ പലവിധ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. പക്ഷേ അതുകൊണ്ടുള്ള ഈ ചർച്ച കൊണ്ടുള്ള ഗുണവും ദോഷവും വിലയിരുത്തി നോക്കുമ്പോൾ നമ്മൾ മൗനം പാലിച്ചാലുണ്ടാവുന്ന അപകടത്തെക്കുറിച്ച് തട്ടിച്ചു നോക്കുമ്പോൾ ഇത് വളരെ അനിവാര്യമാണ്. തൽക്കാലം നമുക്ക് അള്ളാഹുവിന്റെ റസൂലെ വിട്ടുപുറത്ത് തരട്ടെ എന്നുള്ള ആത്മാർത്ഥമായി ദുആ ചെയ്യാന്നല്ലാതെ ഈ വിഷയത്തിൽ നമ്മൾ വിട്ടുവീഴ്ച ചെയ്താൽ ഇത് കൗരവമുള്ള കേസല്ലേ, ചെറിയ കേസല്ലല്ലോ ഇദ്ദേഹം ചെയ്യുന്നത്. പ്രശസ്തിക്ക് വേണ്ടി, പണത്തിന് വേണ്ടി ഇത്ര വലിയ ഗുരുതരമായ പ്രശ്നം. അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ ഇയാൾ ചാടി വീണ് സംഭാവന നടത്തുന്ന ആൾക്കാരെ എപ്പിക്കാർക്ക് സംഭാവന ഒരു പണിയില്ല. കേരളത്തിലും 50% എന്നല്ല 75% സ്ഥലത്ത് മുജാഹിദ് വളർന്നത് കാന്തപുരത്തിന്റെ സമീപനം കൊണ്ടാണ്. ചാടി വീണ് സംഭാവന നടത്തുക. ഒരു മുജാഹിദ് ഇല്ലാത്ത സ്ഥലത്ത് ഉടനെ മുജാഹിദിന് തിരിച്ചൊരു മറുപടി അങ്ങോട്ട് ഇങ്ങോട്ട് ലാസ്റ്റ് 4 മുജാഹിദ് ഒരു പള്ളിയായി. അങ്ങനത്തെ കാന്തപുര എന്താ ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് ഒരു സംഭാവന തയ്യാറില്ലാത്ത? ഗൗരവമുള്ള കേസാണല്ലോ. കണ്ണും ചിന്നിട്ടിരിക്കുക. നമ്മൾ പറയുന്ന കാര്യത്തിന് പ്രതികരണമല്ല, കുടുംബം മാത്രം ഒരു വാക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മാറുക. പിന്നെ ഒരു ചർച്ചയ്ക്ക് എന്തുകൊണ്ട് തയ്യാറാകുന്നില്ല? സത്യമല്ല എന്നുള്ള ഉറപ്പ്. പിന്നെ വാശിക്ക് വേണ്ടി കുറച്ച് ആളുകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് പലവിധ ഇടപാടുകളുള്ള ആളുകൾ ആ കൂട്ടത്തിൽ നിന്ന് അതിനുവേണ്ടി പ്രചരണം നടത്തുന്നുണ്ട്. മൂപ്പരെ നബിയാക്കി, മൂപ്പരെ വലിയാക്കി, മൂപ്പരെ മഹാനാക്കി, അള്ളാന്റെ മീരയാക്കി ചിത്രീകരിച്ചുകൊണ്ടുള്ള പ്രസംഗങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് സത്യം. പണ്ഡിതനല്ലാന്ന് മാത്രമല്ല, അദ്ദേഹത്തിന് അറബി വായിക്കാൻ പോലും അറിയില്ല എന്ന് മാത്രമല്ല നിസ്കാരമില്ലാത്ത മനുഷ്യനാണ്. നിസ്കാരമില്ലാത്ത മനുഷ്യനാണ് പറഞ്ഞാൽ എന്ത് പണ്ഡിതൻ? നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. അദ്ദേഹം നമുക്ക് എഴുതുന്ന ലെറ്റർ പേഡിന്റെ അടിയിൽ 5 സീൽ വെച്ചിട്ടുണ്ട്. ഒരു സീല് യാ അലി മദത് എന്നാണ് ഒരു സീലിലുള്ള വിഷയം. അലി സഹായിക്കണം എന്നാ. നമുക്ക് കൃത്യം അറിയാത്ത കാര്യം പറയാൻ പറ്റുമല്ലോ. ഉള്ള കാര്യം പറയുന്നത് നിസ്കാരം അങ്ങനത്തെ പരിപാടിയിലാന്ന് മാത്രമല്ല, അദ്ദേഹത്തെ അടുത്ത് ബന്ധപ്പെട്ട് നമ്മൾ കാതുവായി ഉണ്ടല്ലോ ഖുവത്തുൽ ഇസ്ലാം സ്ഥാപിച്ചേ, അദ്ദേഹം പറഞ്ഞു മൂപ്പരെ ബാപ്പു എന്നാടൊക്കെ വിളിക്കങ്ങളവിടെ ഇന്ന പള്ളി ചെന്ന് അന്വേഷിച്ച് നോക്കി മൂപ്പര് നിസ്കരിക്കുക. അവരെ എന്തോ നവാബ് എന്തൊരു പാർട്ടിപ്പെട്ട ആൾക്കാർ അവർ കാണുന്ന കബറോ കണ്ട അങ്ങനെ കാണിക്കുന്നല്ല. നിസ്കാരം അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല, ഒരു പ്രത്യേക വർക്കാണ് നമ്മൾ. സ്ഥാപനം സന്ദർശിക്കാൻ വിളിച്ചിട്ടുണ്ട്. നമ്മളിവിടെ മോശക്കാരനായിട്ടും ചിത്രീകരിക്കുന്ന സിറാജിന്റെ ന്യൂസ് വന്നു. അല്ലാഹു നമുക്കറിയാം അങ്ങനെ കുവ്വത്ത് അങ്ങനെ പരിപാടിക്ക് വിളിച്ചിട്ടുണ്ടോ ഇല്ലേ നമുക്കറിയില്ല. ചിലപ്പോൾ ഈ മുടി വാങ്ങാൻ ബന്ധപ്പെട്ട് കാണാൻ ചില വിദ്യകളൊക്കെ എടുത്ത കൂട്ടത്തിൽ ചിലപ്പോൾ നിന്ന് മൂപ്പരെ പരിഗണിച്ച് സോപ്പാക്കിയിട്ട് വിളിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് കത്ത കൊടുത്ത്. കാരണം നമ്മൾ അല്ല നേർക്കുന്നവരാണെന്ന് മുടി കിട്ടുമല്ലോ. ശരി ശരി. ആ വിഷയം ആദർശേരി അംസക്കുട്ടി മുസ്ലിയാരോട് ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയും. അംസക്കുട്ടി മുസ്ലിയാർ ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടും സംസാരിക്കാൻ വേണ്ടി കുറെ ട്രൈ ചെയ്തു. ലാസ്റ്റ് ഇപ്പൊ അടുത്ത് കിട്ടി, ടെലിഫോണിൽ കിട്ടി, കുറച്ച് വിശദമായി സംസാരിച്ചപ്പോ അദ്ദേഹം ചില പ്രതികരണങ്ങൾ പറഞ്ഞു. ദയവ് ചെയ്ത് നിങ്ങളിത് പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞിട്ട് ഒന്നും പറയില്ലായിരുന്നു, നേരിൽ പറയാം. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ പറയരുത്, പിന്നെ ഞാൻ നിങ്ങൾ നേരിൽ കാണുന്നവരെ നിങ്ങൾ മറച്ചു വെക്കണം എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത് വീണ്ടും വിളിച്ചപ്പോൾ പറഞ്ഞു ഞാനിപ്പോ കോഴിക്കോട് വരുമ്പോൾ ഞങ്ങൾ നേരിൽ വന്ന് കാണും, നമുക്ക് സംസാരിക്കാം, അതുവരെ ആരോടും പറയരുത്, നിങ്ങൾ ക്ലിപ്പ് ഉണ്ടാക്കുന്ന ആളുകളാണെന്നൊക്കെ സംസാരിച്ചു. എന്നാൽ കുറച്ച് വിവരങ്ങൾ അംസക്കുട്ടി മുസ്ലിയാരുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ കുറിച്ച് നമ്മളൊരു വ്യക്തിപരമായ കാര്യമായതുകൊണ്ട് നമ്മൾ കൂടുതൽ ഇവിടെ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതെ, അത് സംബന്ധിച്ച് ഈ എല്ലാ പരീക്ഷണവും നടത്തിയെന്ന് മാത്രമല്ല, അല്ലാതെ ഈ കൊടുത്ത മുടി ഏതാണ് എന്നൊക്കെ നമ്മൾ ഇപ്പൊ തൽക്കാലം പ്രതികരിക്കുന്നില്ല എന്നുള്ളൂ. കാരണം അത് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാണ്. കാരണം ബോംബെയിൽ ചില പ്രശ്നങ്ങൾ ഇവരുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒന്ന് വെയിറ്റ് ചെയ്യാം, ശേഷം നമുക്കത് വിശദീകരിക്കാന്നുള്ള വെക്കാതെ. അതെ അതെ, അതെ. അല്ല അതാണ് അംസക്കുട്ടി മുസ്ലിയാർ ഇവിടെ ഗവൺമെന്റ് ഗസ്റ്റ് ആയിട്ട് ഈ റമളാന് ഫുള്ളൂടെ ഉണ്ട്, നിരന്തരം ബന്ധപ്പെട്ടു, കിട്ടിയിട്ടില്ല. അല്ല ഞാൻ പറയുന്ന പോലെ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല. അതിനുശേഷം നാട്ടിൽ പോയിട്ട് പലതവണ വിളിച്ചു, കിട്ടിയിട്ടില്ല. ഒരിക്കൽ ഫോണിൽ കിട്ടി ബൈത്തുൽ മുഖദ്ദസ് പോണ സമയത്ത്, എന്നിട്ടാണ് ഈ വിളിച്ച് സംസാരിച്ചത്. പിന്നെ വീണ്ടും അതനുസരിച്ച് അദ്ദേഹം ഇവിടെ വന്നു, 10 ദിവസം നിന്നു. ഇപ്പൊ ഈ കഴിഞ്ഞ മാസം ഫോണിൽ കിട്ടിയിട്ടില്ല. പിന്നെ വിളിച്ചപ്പോഴാണ് ലാസ്റ്റ് ഫോൺ എടുത്താണ് ഇയാൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞത്.
ആർക്കും പോകാം വീട്ടിക്ക്. ആ ഒരു വലിയ കാര്യമല്ല അല്ലേ? ആ അതുപോലെ അവിടെ വന്ന് 4 മണിക്കൂർ തുറക്കുമ്പോൾ അസ്ലിം ചേട്ടനാണ് അവിടെ തുറന്നപ്പോൾ അവിടുത്തെ ഏപ്പിയുടെ അവിടുത്തെ പ്രവർത്തകരാണ് ഇതെല്ലാം കാണിച്ചു കൊടുക്കുന്നത്. അതിനോട് പറഞ്ഞു ഇത് നബിന്റെ മുടിയാണ് പറഞ്ഞാൽ ഒരു മുടി ഇങ്ങനെയാണ് പൊന്തിച്ച് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഒരു മുടിയല്ല കുറെ മുടി ഉണ്ട് എന്ന് പറഞ്ഞു. നിങ്ങൾ മേലെ തോന്നി അവർ മേലക്കല്ല കീപ്പിട്ട് നോക്കി താഴെ ഒരുപാട് മുടികളുണ്ടല്ലോ. അപ്പൊ പറഞ്ഞേ ഇന്ന ഇത് ഞാൻ ഇവിടുത്തെ ആളല്ല, ഞാൻ ഈ ആളാണ് അവിടെ അസ്സാം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നുണ്ട്. നബിയുടെ സ്വപ്നം കണ്ടു പറഞ്ഞ ഒരു കുട്ടിയാണ്. ഞാൻ പോയി കണ്ടപ്പോ 4 അറബികളാണ് അവിടെ ഉള്ളത്. 4 പേര് വിദ്യാർത്ഥിയുടെ കൈ കൊടുത്തു. പിന്നെ അദ്ദേഹത്തിന്റെ മക്കളാണ് തോന്നുന്നുണ്ട്. ആ സമയത്ത് ഫസ്റ്റ് കയറി ചെന്ന റൈറ്റ് റൂമിലാണ്. അതിൽ ആദ്യം കാണിച്ചു നടക്കാൻ കാണിച്ചിരുന്നു. ഇത് അതാണ് റസൂലിന്റെ മുടിയാണെന്നുള്ള ചെറിയ ചെറിയ മുടികൾ കാണിച്ചു തന്നു. പിന്നെ അതിന്റെ അടുത്ത് അതാണ് റസൂലിന്റെ താടിനാമാണെന്നുണ്ട്. നെക്സ്റ്റ് ഒരു താടിനാമം കാണിച്ചു തന്നു. പിന്നെ അതിന്റെ അടുത്ത് 4 ഖലീഫമാര് ഈ 4 ഖലീഫമാരും മുടിയാണെന്ന് പറഞ്ഞിട്ട് അത് പ്രത്യേക ക്ലാസ്. അതിന്റെ അടുത്തുണ്ട് അള്ളാഹ് റസൂലിന്റെ മുടിയാണെന്ന് പറഞ്ഞിട്ട് അത്രയും ക്ലാസ്. അതിനുശേഷം കാണിച്ച അള്ളാഹ് റസൂലിന്റെ ഡ്രസ് ആണെന്ന് പറഞ്ഞിട്ട് അതിനൊരു കഷ്ണം. പിന്നെ അതിന്റെ അടുത്ത് പിന്നെ അള്ളാഹ് റസൂലിന്റെ മകളുടെ ഫാത്തിമ ബിയുടെ തന്നെ സുറുമയാണെന്ന് പറഞ്ഞിട്ട് ഒരു പെട്ടി. അതിന്റെ അടുത്ത് അതിനകത്ത് മൊഴിയിൽ ഷെയ്ഡിന്റെ മുടിയാണെന്ന് അതൊക്കെ വ്യക്തമായിട്ട് അറബിനെ കാണിച്ചത് ബോംബെയാണ് സാധനം. അതും അതിന്റെ അടുത്ത്. അതിനുശേഷം ഫാത്തിമ ബിയുടെ ചെരുപ്പാണെന്ന് പറഞ്ഞിട്ട് അതും കാണിച്ചത്. അതിനുശേഷം അടുത്ത റൂമിലാണ് അടുത്ത റൂമിൽ ഇതൊക്കെ എവിടെങ്കിലും കച്ചറ ഉണ്ടാക്കിട്ട് ഇപ്പൊ നമ്മളതിലും ചർച്ച ചെയ്യുന്ന പോട്ടെ. വിഷയത്തിൽ ഇന്നത്തെ ഗവൺമെന്റുമായിട്ട് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. വിഭാഗീയത എല്ലാ മുസ്ലിങ്ങളാണ് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഗവൺമെന്റ് ഇയാൾ അവിടെ ഒന്നും ചെയ്തിട്ടുണ്ട്. വലിയൊരു വിഭാഗം അല്ല, അത് സത്യങ്ങളല്ല. ഈ ചെയ്യുന്ന ന്യായമായതല്ലേ, ന്യായമായതല്ലേ ചെയ്യുന്ന അതിന്റെ ഒരു വിഭാഗം വലിയ വിഭാഗില്ല. അതെ, ഹലോ, ഇരിക്കും ചർച്ച ചെയ്യാനല്ല അമിത് വൈസ് പറഞ്ഞത്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാന്ന് പറഞ്ഞിട്ടുള്ളൂ. ഇവിടുത്തെ ഔക്കാഫുമായി ബന്ധപ്പെട്ടിട്ട് ഈ വിഷയത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഒരു ലെറ്റർ ആയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ മുടി വിവാദം ഇവിടെ നടക്കുന്നുണ്ട് അബുദാബിയിൽ. ആ വിഷയം ഒന്ന് പരിശോധിക്കാൻ നമുക്ക് ഗവൺമെന്റുമായിട്ട് സംസാരിക്കാൻ പറ്റുമെന്നാണ് സംസ്ഥാനം. വിശദമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് സത്യമാണോ അല്ല എന്നുള്ളത് മുമ്പ് നമുക്ക് മനസ്സിലാക്കാം. അത് ആലോചിച്ച് ചെയ്യാവുന്ന വിഷയമാണ്. ഇൻഷാ അല്ലാഹ് പരിഗണിക്കാവുന്നതാണ്. വേറെ ഇനിയൊന്നും സംശയങ്ങളില്ല എല്ലാവർക്കും? പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അയാളിപ്പോ അവസാനമായി നടത്തിയ സ്വപ്നനഗരി നടത്തിയ പ്രസംഗത്തിലും പറയുന്നുണ്ട് നബിതങ്ങൾ ഹിജ്റ പോയപ്പോ സ്വീകരിച്ച ഔസ് ഖസ്റജ് കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അന്ന് മുതൽ ഇത്ര ആഗോള